കടുത്ത പോരാട്ടത്തിനാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇക്കുറി സാക്ഷിയാകുന്നത്. കൈപ്പിടിയിലുള്ള ഏക കോർപ്പറേഷൻ കാക്കാൻ UDF-ഉം തിരിച്ചുപിടിക്കാൻ LDF-ഉം സകല തന്ത്രങ്ങളും പയറ്റുകയാണ്. നില മെച്ചപ്പെടുത്താമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് NDA. 10 വയസ്സ് മാത്രം പ്രായമായ കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിമതൻ കിങ് മേക്കറായ ഇടം. കാലുവാരലും വിമതസ്വരവുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലം. എന്തായാലും കണ്ണൂരിലെ ഗ്രൗണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു വലിയ പോരാട്ടമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2015 കോർപ്പറേഷൻ രൂപീകൃതമായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇരുകൂട്ടരും തുല്യ സീറ്റുകൾ നേടി. സ്കോർ 27-27. കോൺഗ്രസ് വിമതനായി പഞ്ഞിക്കയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച PK രാഗേഷ് LDF-നൊപ്പം നിന്നു. അങ്ങനെ കോർപ്പറേഷൻ ഭരണം ഇടതുമുന്നണിക്ക്. 4 വർഷം ഇപ്പുറം രാഗേഷ് UDF-നൊപ്പം ചേർന്നതോടെ ഭരണം മാറി. കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും ടേം അടിസ്ഥാനത്തിൽ മേയർമാർ വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 34 സീറ്റ് നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തി. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ശക്തിദുർഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് കോർപ്പറേഷനിൽ അധികവുമുള്ളത്. വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് UDF കരുതുന്നു. ഏറെ പ്രതീക്ഷയോടെ, അതിലേറെ ആത്മസംതൃപ്തിയോടെയാണ് ഞങ്ങൾ UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ 2020 അധികാരത്തിലേറിയ ഈ ഭരണസമിതി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ജനങ്ങളുടെ മുമ്പാകെ പോകുന്നത്. നമുക്കറിയാം, ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ ഉൾപ്പെടെ, അതോടൊപ്പം ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആധുനിക രീതിയിലുള്ള ബസ് ഷെൽട്ടറുകൾ, ഭവനരഹിത ഭൂരഹിതരായ ആളുകൾക്ക് 116ഓളം ആളുകൾക്ക് സ്ഥലം വാങ്ങാനുള്ള സംവിധാനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. 2500ഓളം ആളുകൾക്ക് വീട് റിപ്പയറിങ്ങിനായി 1 ലക്ഷം രൂപ വെച്ച് സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ വിമതശല്യം UDF-നെ കാര്യമായി അലട്ടുന്നുണ്ട്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന P. ഇന്ദിര, റിജിൽ മാക്കുറ്റി, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KP താഹിർ എന്നിവർ വിമത ഭീഷണി നേരിടുന്നുണ്ട്. ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ബാനറിൽ കോൺഗ്രസ് പുറത്താക്കിയ PK രാഗേഷും അനുയായികളും 12 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും സർക്കാർ നേട്ടങ്ങളും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. റിബലുകളില്ലാത്തതും ആശ്വാസം. കോർപ്പറേഷൻ LDF തിരിച്ചുപിടിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ നോമിനേഷൻ കൊടുക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡിവിഷനകത്തും പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ പിടിപ്പുകളും അഴിമതിയും അതുതന്നെയാണ് പ്രചരണ വിഷയമാക്കി മാറ്റുന്നത്. വികസന മുരടിപ്പ്, ഈ 3 കാര്യങ്ങളാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി വെക്കുന്നത്. പക്ഷേ UDF കോട്ടകളിലേക്ക് ഇടിച്ചു കയറുന്നത് അത്ര എളുപ്പമല്ല. നില മെച്ചപ്പെടുത്തുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. യുവത്വം നിറഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയാണ് NDAയുടേത്. 10നും 15നും ഇടയിൽ സീറ്റുകളിൽ BJP കാര്യമായ ചലനമുണ്ടാക്കും. ആരുടെ വോട്ടാകും NDA കവരുക എന്നത് നിർണായകമാണ്. 40 സീറ്റിലധികം നേടുമെന്നാണ് UDF-ന്റെ വാദം. തങ്ങളുടെ മടയിലെ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക LDF-ന്റെ അഭിമാന പ്രശ്നമാണ്. സീറ്റുകളുടെ എണ്ണം 2 അക്കത്തിലേക്ക് എത്തിച്ച് നിർണായക ശക്തിയാകുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. ഒപ്പം റിബലുകളും. കണ്ണൂരിൽ അംഗം കടുക്കുകയാണ്. മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.